വേറെ ഒന്നും ചെയ്യണ്ട. ഈ ചുവന്നുള്ളി ഉണ്ടല്ലോ നമ്മുടെ കുക്കറിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ സംഗതി അടിപൊളിയായിട്ടോ. ഈ ഒരു കിടലിന് ഐറ്റത്തിന് വേണ്ടി കുക്കർ എടുത്ത് ചൂടാക്കിയിട്ടുണ്ടല്ലോ, ഇതിലേക്ക് നമ്മൾ വെച്ച് കൊടുക്കുന്നത് കുറച്ച് നല്ലെണ്ണ ഉണ്ടോ. നല്ലെണ്ണ ചൂടാക്കിയാൽ 20 വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുത്തിട്ടില്ല. നമ്മൾ ഇട്ട് കൊടുക്കുന്നത് നമ്മൾ റെഡിയാക്കി വെച്ച ചുവന്നുള്ളി കേട്ടോ. സംഗതി ഇതുപോലെ മൊത്തത്തിലാണ് തട്ടിയിട്ട് കൊടുക്കുക. ഒരു ടീസ്പൂൺ ഉപ്പും ചേർത്ത് സംഗതി നന്നായിട്ട് ഇളക്കി മറിച്ചിട്ട് മൂപ്പിച്ചെടുക്കണം. നമ്മുടെ ഉള്ളി ഉണ്ടല്ലോ ഈ ഒരു പരുവത്തിനാണ് വെന്തിട്ടാൻ നേരത്തെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് 1/2 കപ്പ് വെള്ളം ഉണ്ടാ. സംഗതി ഇളക്കി മറിച്ചിട്ടുണ്ടല്ലോ അടപ്പാണ്ട് അടിച്ചും വെച്ചിട്ട് 2 വിസിലടുപ്പിച്ച് വേവിച്ചെടുക്കുക. ഇതുണ്ടാ 2 വിസിലടുപ്പിച്ചേക്കും നമ്മുടെ ഉള്ളി നല്ല കണ്ടീഷൻ ആയിട്ട് വെന്തിട്ടുണ്ടായിരുന്നോ. അപ്പൊ അടുത്തായിട്ടുണ്ടല്ലോ ഒരു പാനും കയറ്റി വെച്ചിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് കുറച്ച് കടുകും ഉലുവയും കുരുമുളകും കേട്ടോ. അതുകൊണ്ടല്ല എല്ലാം കൂടിയാണ് പൊട്ടി തവളിയുടെ വന്നിട്ട് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് ഈ സംഗതി ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ അടപ്പാണ്ട് അടിച്ചും വെച്ചിട്ട് ഒരൊറ്റ കറക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു പരുവത്തിൽ പൊടിച്ചെടുക്കണം. പൊടിയോടെ ഇരിക്കട്ടോ. നമുക്കൊരു ചീഞ്ചട്ടി വെച്ചിട്ടുണ്ടല്ലോ 3 ടേബിൾ സ്പൂൺ നല്ലെണ്ണ വെച്ച് കൊടുക്കാം. അപ്പൊ ഇതിലേക്ക് കുറച്ച് കടുക് ഇട്ട് പൊട്ടിച്ചെടുക്കുക, കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുക, കുറച്ച് മുളകിന്റെ പൊടി ഇട്ട് കൊടുക്കാം. കാശ്മീരി ചില്ലിയാണെങ്കിൽ സംഗതി 2 ടേബിൾ സ്പൂൺ കൊടുക്കുക. അപ്പൊ ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടതില്ല, നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ഉള്ളിയിലെ ഈ ഉള്ളി ഇതുപോലെ മൊത്തത്തിൽ അങ്ങോട്ട് ഒരൊറ്റ കൊട്ടും വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ചെറിയൊരു പരിപാടിയുടെ ബാക്കിയുണ്ട്. രണ്ടും കൂടി നന്നായിട്ട് അങ്ങോട്ട് യോജിപ്പിച്ചെടുക്കുക. ഈ സംഭവം ഉണ്ടല്ല ഉള്ളി വെച്ചിട്ട് പല ടൈപ്പ് നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണോട്ടാ. സംഗതി അടിപൊളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും പറയാനില്ല. നമ്മൾ ഇപ്പൊ കാണിച്ചിട്ടാ. അപ്പൊ ഇതിലേക്ക് നമ്മൾ ഇനി ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് പുളിവെള്ളം ഉണ്ടാ. സംഗതി ഒരു 1/2 മണിക്കൂർ മുമ്പ് പുളി വെള്ളത്തിലിട്ട് ചേർന്നാണ്. പുളിവെള്ളം ബാക്കി എല്ലാ മിക്സും കൂടി ഇതുപോലെ അങ്ങോട്ട് അടിപ്പനായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പൊ ഈ ഒരു സമയത്ത് നമ്മൾ നേരത്തെ പൊടി പൂരാക്കി വെച്ചാൽ ഈ ഒരു പൊടി കൂടി ഇതുപോലെ ഇട്ട് കൊടുക്കാൻ മറക്കണ്ട. അതുകൂടി ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുക. അപ്പൊ നമ്മുടെ ഈ ഐറ്റത്തിന്റെ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു 2-3 ടേബിൾ സ്പൂൺ ശർക്കര പൊടിച്ചത് അതും കൂടി ഇട്ട് കൊടുക്കുക. ശർക്കരനെ കൂടെ കിടന്ന് ഇതുപോലെ അങ്ങോട്ട് ജോയിന്റ് ആക്കി എടുക്കുക. പൊന്നോ ഈ സംഭവം ഉണ്ടല്ലോ ഇതുപോലെ അങ്ങോട്ട് പതുക്കെ ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഈ സംഗതി അടിപൊളി ഐറ്റം ഒന്നും പറയാനില്ലാട്ടോ. ബ്രേക്ക്ഫാസ്റ്റിന് ഇതിന്റെ കൂടെ അപ്പത്തിന്റെ കൂടെ ഇടിയപ്പത്തിന്റെ കൂടെ ദോശയുടെ കൂടെ ചപ്പാത്തിന്റെ കൂടെ സംഗതി കലക്കി മറിക്കുന്ന കാര്യത്തിൽ 100% ആണ്ടോ. അടിപൊളി ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ആണ് കലക്കനായിട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാ ചങ്കുകളും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു കിടിലൻ വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും സ്റ്റേ ട്യൂൺ.